കാലയളവിൽ കള്ളപ്പേട്ട ബദനി മാർത്തോമ ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട TM വർഗീസ് അച്ഛൻ്റെ ദേഹവിയോഗത്തിൽ കണ്ണപ്പേട്ട മാർത്തോമ ബദനി ഇടവകയ്ക്കുള്ള അനുശോചനം അറിയിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഇടവകയെ പ്രതിനിധീകരിച്ചും എൻ്റെ വ്യക്തിപരമായ അനുഭവം. വളരെ ചെറിയ വർഷം 2 വർഷം മാത്രമാണ് കള്ളപ്പേട്ടയിൽ സേവനം അനുഷ്ഠിച്ചത് എങ്കിലും ഒരു 20 വർഷം ഒരു പട്ടക്കാരൻ്റെ ഇടവകയിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അച്ഛൻ ചെയ്തു തീർത്തു എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. ഇടവക വളരെ മെമ്പേഴ്സുള്ള ഇടവകയാണെങ്കിലും ആദ്യകാലങ്ങളിൽ വളരെ ഒരു ശരിയായ വിധത്തിലുള്ള ഒരു ആരാധനയോ ഒയറോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അച്ഛനതെല്ലാം അവിടെ ക്രമീകരിക്കുന്നതിനും അതിനുള്ള എല്ലാ നേതൃത്വവും കുടുംബമായി അതിന് പ്രത്യേകമായിട്ട് ജോയി കൊച്ചമ്മയെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കൊയറിനും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സേവ്യാസനത്തിൽ കൂടെയും ഒക്കെയും പ്രവർത്തിക്കുന്നതിന് കൊച്ചമ്മ അധ്യാപികയായി കണ്ണപ്പേട്ട ഇടവകയിൽ വർക്ക് ചെയ്യുമ്പോഴും ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛനോടൊരുമിച്ച് സഹകരിക്കുവാനുള്ള ആ മനോഭാവവും കഴിവും കൊച്ചമ്മയ്ക്കുണ്ടായിരുന്നു. ഏക മകൾ സൂസൻ അന്ന് അവിടെ കണ്ണപ്പേട്ടയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തോട് ഇടവകയ്ക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടുകളുമുണ്ട്. അത് ഇടവകയുടെ പേരിൽ വ്യക്തിപരമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അച്ഛൻ്റെ വലിയ പ്രത്യാശയോടുകൂടിയാണ് കടന്നുപോയിരുന്നത് കേൾക്കുന്നത്. ഇടവകയിലായിരിക്കുമ്പോഴും അതിൻ്റെ ഭരണ സംവിധാനത്തിലും ആത്മീയ കാര്യങ്ങളിലും എല്ലാം വളരെയധികം നല്ല നേതൃത്വമാണ് അച്ഛൻ കൊടുത്തത്. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ കടന്നു ചെല്ലുമ്പോൾ ആ ഭാഗ്യമായ ഒരു പ്രത്യാശയിലേക്കാണല്ലോ പോയിരിക്കുന്നത്. ഭക്തനായ സാധു കൊച്ചുപദേശി പാടിയ ഒരു പാട്ടിൻ്റെ ഈരടികൾ എൻ്റെ പേർക്കായിക്കുണ്ടാമേറ്റ പൊന്നിലാവിൻ തന്നോടികൾ കണ്ടാലതിൽ തന്നെ ഒരു കോടി വർഷം നോക്കിയിടും ഞാൻ. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ അതേ രീതിയിലുള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കണ്ണപ്പേട്ട ഇടവകയുടെ ഈ വ്യക്തിപരമായ എൻ്റെയും നാമത്തിലെ അനുശോചന അറിയിച്ചുകൊണ്ട് ഞാൻ വികാരി റവറൻ എ. എബ്രഹാം അച്ഛൻ അനുശോചനം അറിയിച്ച് സമർപ്പിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്കും സ്നേഹവാന്യനും ബഹുമാനപ്പെട്ട അച്ഛൻ ചാച്ചിപ്പുന്ന ശാലയും മഹമ്മ ഇടവക മാതൃ ഇടവകയാണ് ഇടവകയിലാണുള്ളത്. 80ഓളം വർഷം ആ ഇടവക ആയിട്ട് തീർന്നിരിക്കുന്ന ഒരു സമയമാണ്. 80 വയസ്സ് അച്ഛനും ആയിരിക്കുന്നത്. പത്തനാപുരം എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ മേഖലയാകുന്നത്. ആ കുടിയേറ്റ മേഖലയിൽ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് വന്ന് താമസിക്കാനായിട്ടും അവിടെ നിന്ന് ഒരു സങ്കീർണമായിട്ടുള്ള സാഹചര്യമാണ് മറ്റ് സ്ഥലങ്ങളിൽ പോയി പഠിക്കാനും ഉന്നതമായ വിദ്യാഭ്യാസം നേടാനായിട്ടും ഇങ്ങനെ ദൈവത്തിൻ്റെ വിളിയും നിയോഗവും ഉൾക്കൊണ്ട് പട്ടത്ത ശുശ്രൂഷയിൽ പ്രവേശിക്കാനായിട്ടും ബഹുമാനപ്പെട്ട അച്ഛന് ഇടയായിട്ടുള്ളത് സന്തോഷത്തോടെ സ്മരിക്കുന്നു. 11ഓളം പട്ടക്കാരിൽ വാർത്തെടുക്കുവാനായിട്ട് ഇടവയിൽ കഴിയും. അതിൽ പട്ടക്കാരുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. അച്ഛനെ ദൈവം ഏൽപ്പിച്ചായിട്ടുള്ള വലിയ ശുശ്രൂഷ ഖണ്ഡികരമായിട്ട് നിർവഹിച്ച് അനേക സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് അത് പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് അപ്രിയദാസം കടന്നുപോയത് സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഈ സമയത്ത് നിർവ്വാഹങ്ങളായിട്ടുള്ള എല്ലാവർക്കും, പ്രിയപ്പെട്ട മകൾക്കും പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്കും ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും കർത്താവ് ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇടവയിലൊരു അംഗമെന്ന നിലയിൽ അച്ഛൻ്റെ വേർപാട് ഇടവയ്ക്ക് ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. എന്നാൽ കർത്താവിൻ്റെ മധുരമായ ശുശ്രൂഷ പ്രവേശിച്ച ശേഷം ദിവസത്തിൽ കടന്നുപോയത് സന്തോഷത്തോടെ ഓർക്കുകയും ആയുസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ചാച്ചി പുനഃശാലയും മർമ്മ ഇടവകയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ഇടവകയെ പ്രതികരിച്ചുകൊണ്ട് ട്രസ്റ്റി ശ്രീ എബ്രഹാം ജോസഫ്
ചുറ്റും പാചിവാൻ വന്നെല്ലാരും വിളികൂട്ടുന്നോർക്കായി വെളിവാകും നാഥാ. ദൈവത്തിൻ്റെ ഈ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർത്തോമ സഭയിലെ സീനിയർ വൈദികർ ആയിരുന്ന ഐക്യപരിഷത്തിൻ്റെ ദേഹാവിയോഗത്തിൽ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് കടന്നു വന്ന വികാരി ജനറൽമാർ, വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ടവർ, ദൈവം ഉയരത്തിൽ നിന്ന് നന്മകളെ തന്ന് സന്തോഷങ്ങൾ തന്നെ ആശുപത്രികളെ തന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 80 വയസ്സ് തൻ്റെ നൽകപ്പെട്ട ശുശ്രൂഷ പൂർത്തിയായി തൻ്റെ ഓട്ടം വിശ്വസ്തയോടുകൂടി ഓടി. മകനെ കടന്നു വരിക, നീ വിശ്രമിക്കുന്നതാണെന്നും കാലസൂർണതയിൽ നീ ഈ അവകാശം നേടുവാനായി തിരികെ വരുമെന്ന് പറഞ്ഞ വിളി കേട്ട അച്ഛൻ താൻ നിയമിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 1993-97 5 വർഷ കാലയളവിൽ അച്ഛൻ്റെ സുസ്ഥിരമായ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ അഥവാ ഉൾക്കൊള്ളുവാൻ സിഹിയോൻ മാത്രമോ സഭയ്ക്കേണ്ടിയാണ്. അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എത്ര അനുഗ്രഹമാണ്. ഇടവേക്ക് ഉള്ള ആ വലിയ സ്നേഹങ്ങൾ, കരുതലുകൾ ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും അച്ഛനോടും കൂടി ഇരിക്കുന്നത് പോലെ കൊച്ചമ്മയോടും മകളോടും കുടുംബത്തോടും വേണ്ടിയിരിക്കും. ജീവിത സാഹചര്യങ്ങളിൽ ഇന്ന് ഇല്ലാതെ പോകുന്നത് പ്രായത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ ശുശ്രൂഷിക്കാനുള്ള കാലഘട്ടം. എന്നാൽ സിഹിയോൻ മാർത്തോമ വൈദികരുടെ പേനൽ പാലിയേറ്റീവായിട്ട് അച്ഛന്മാരുടെ ശുശ്രൂഷകരായിട്ട് ഞങ്ങൾ അച്ഛനെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ അപ്പ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് എന്ത് ശുശ്രൂഷയ്ക്കും കൊച്ചമ്മ തയ്യാറായി അച്ഛനോട് കൂടിയുണ്ടായി. എത്ര വലിയ മഹത്വം! അച്ഛൻ്റെ ഏകമകളും കൊച്ചുമക്കളും അതുപോലെ തന്നെ ഉണ്ടായി. അത് തന്നെയാണ് ജീവിതത്തിൻ്റെ സാക്ഷ്യം. അച്ഛൻ്റെ ശുശ്രൂഷയെ പറ്റി ഇവിടെ പല വിധത്തിൽ പരാമർശിച്ചു. എന്നാൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഭവനത്തിൽ മൂത്ത ആളും വൈദികനുമായിരുന്ന അച്ഛൻ്റെ വാക്ക് ദൈവിക വചനമായി എടുത്ത സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടുണ്ട്. തിരുവായില്ല എന്ന് പറയാൻ അച്ഛൻ പറഞ്ഞതുപോലെ അവർ ജീവിച്ച് ആ കുടുംബം എത്ര ധന്യമാണ്. ഈ ദേഹവിയോഗത്തിൽ ഇവരുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. ഡിപ്പാർച്ചർ ഓഫ് എനി കൈൻഡ് ഈസ് പെയിൻഫുൾ. അത് ഏത് പ്രായത്തിലായിരുന്നാലും അത് ദുഃഖകരമാണ്. എന്നാൽ കൂടുതൽ ഭാരമാകാതെ അച്ഛൻ പ്രിയൻ ചാൾസ് ഇടത്തേക്ക് കടന്നു പോയി വിളിച്ച് ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തെ സ്തുതിക്കുകയും അച്ഛനിൽ നിന്ന് ലഭിച്ചതുപോലെ സഹോദരങ്ങളും ആ വലിയ ശുശ്രൂഷയിലായിരിക്കാനും ദൈവസ്നേഹം പങ്കുകൊടുത്ത് ദൈവത്തെ ആദരിക്കുന്നവർക്ക് ദൈവം അവർക്ക് നൽകുന്ന അനുഭവങ്ങൾ ഇതാണ് എന്ന് അനുഭവിക്കാനും ഇടയാകട്ടെ. കടന്നു വന്ന എല്ലാവരും കടന്നു പോവുക മാത്രമല്ല, തുടർന്നും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും സ്നേഹത്തിനായിട്ട് സന്തോഷത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വായിക്കാൻ സിഹിയോൻ മാർത്തോമ ഇടവകയുടെ ഹൃദയം നിറഞ്ഞ അഗാധമായ ആദരാഞ്ജലികൾ സ്നേഹങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ കണ്ണുകുറിച്ച് ഞങ്ങളുടെ ട്രസ്റ്റി ഏബ്രഹാം പോൾ ഇപ്പോൾ സമർപ്പിക്കുകയും
ആഭ്യന്തര തിരുമേനി, റെസ്പെക്റ്റഡ് വികാർ ജനറൽസ്, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മാർത്തോമ സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബം, മാർത്തോമ സ്കൂൾസ് ടീച്ചേഴ്സ് അസോസിയേഷൻ, TM വർഗീസ് അച്ഛൻ്റെ കുടുംബത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അച്ഛൻ്റെ കൊച്ചമ്മ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻ അധ്യാപികയാണ്. മാനേജ്മെൻറ്റിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കൊച്ചമ്മയോട് അത്യധികമായ കടപ്പാട്. അച്ഛനും കൊച്ചമ്മയും കൂടി ലാളിച്ചു വളർത്തിവിട്ട ഏകമകൾ സൂസൻ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ RMS, ഇപ്പോഴത്തെ വളരെ ഡെഡിക്കേറ്റഡായ ഞങ്ങളെ സേവിക്കുന്ന ഒരു അധ്യാപിക. സൂസൻ്റെ ഹസ്ബൻഡ് സുനിൽ ഈ അടുത്ത കാലത്ത് നമുക്ക് സ്കൂളിൽ ഒരു വനിതാ ക്രിക്കറ്റ് ക്ലബ്ബ് തുടങ്ങി. കേരള ക്രിക്കറ്റ് ക്ലബ് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റായി ഞങ്ങൾക്ക് തന്ന ഹെൽപ്പ്. ഇങ്ങനെ ഞങ്ങൾ സ്കൂളായിട്ടും മാനേജ്മെൻ്റായിട്ടും ഏറെ കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബം. ഇവിടെ ഈ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പോലെ ബുദ്ധിമാന്മാർ, ദാനിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ ബുദ്ധിമാന്മാർ ആകാശത്തിൻ്റെ പ്രഭപോലെയും അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കും എന്ന് പറയുന്നു. പ്രിയപ്പെട്ട അച്ഛൻ കർത്തൃസന്നിധിയിൽ നക്ഷത്രത്തെ പോലെ പ്രകാശിക്കുമ്പോൾ പ്രത്യാശയോടെ, ദുഃഖത്തോടെ ആണെങ്കിലും പ്രത്യാശയോടെ ആ പളുങ്കും കടൽ തീരത്ത് കുടുംബാംഗങ്ങൾ വരവേൽക്കാൻ ഒരുങ്ങി യാത്രയാക്കുമ്പോൾ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബം, മാർത്തോമ സ്കൂൾസ് ടീച്ചേഴ്സ് അസോസിയേഷൻ, സ്കൂളിൻ്റെ ഹെഡ് മിസ്സസ് എന്ന നിലയിലും അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഞങ്ങൾ ഈ രണ്ട് സെമിനാരി കുടുംബത്തിന് വേണ്ടി, അസോസിയേഷൻ പ്രസ്ഥാനത്തിന് വേണ്ടി അച്ഛൻ കുടുംബത്തോട് അനുശോചനം അറിയിക്കുന്നു. അച്ഛൻ്റെ പാദത്തിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. വന്യ വികാരികന്മാരെ, ബഹുമാനിയുടെ വൈദിക ശ്രേഷ്ഠ, ബഹുമാനപ്പെട്ട നമ്മൾ നികാവിട്ട് പോയ TM വർഗീസ് അച്ഛൻ ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായി ഞങ്ങളുടെ ഇടയിൽ സ്തുത്യമായ സേവനം അച്ഛൻ നിർവഹിച്ചു. വളരെ ലാളിത്യത്തോടുകൂടിയുള്ള അച്ഛൻ്റെ ജീവിതശൈലി, പ്രവർത്തന ശൈലി, പറയേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് പറയുവാൻ ഒട്ടും മടി കാണിക്കാത്ത, പ്രത്യേകിച്ച് പല ഇടവകളിലും ഇന്ന് കാണാതെ പോകുന്ന ചില നടപടികൾ അതിനിടയിൽ നടപ്പിലാക്കുവാൻ അച്ഛൻ കാണിക്കുന്ന ആ തീക്ഷ്ണത ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. വിശുദ്ധ കുർബാന കൈക്കൊണ്ടതിന് ശേഷം അവസാന വരിയിലുള്ള ആൾക്കാർ അവിടെ ഇരിക്കണമെന്ന് കർശനമായി പറയുവാൻ, അവിടെ മുട്ടുകുത്തി നിൽക്കണമെന്ന് കർശനമായി പറയുവാൻ അച്ഛൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നു. ഇന്നും പലപ്പോഴും പലയിടങ്ങളിലും അത് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഞങ്ങളുടെ ഇടയിൽ അത് തുടരുന്നു. ഈ ബഹുമാനപ്പെട്ട വൈദികരുടെ വിയോഗത്തിൽ ദുഃഖാന്തരായിരിക്കുന്ന അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ, കൊച്ചമ്മ, മകൾ, കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഇടവയുടെ ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു. ഇടവയുടെ ആദര സൂചകമായി പ്രശ്നിക്കുമ്പോൾ തിരിച്ചു മതി.
സമ്പത്ത കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട അച്ഛൻ എഴുതുകളിൽ മഞ്ചേരി ക്രിസ്മസ് മാർഗമായിട്ട് ഇറങ്ങുകയും ചെയ്തതായ ശാന്തവും പ്രൗഢവുമായ സേവനങ്ങളെ അനേക ആളുകളുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുവാനായിട്ടിടയായി. വിശ്വാസാധിഷ്ഠതയോടും ആത്മാർത്ഥതയോടുകൂടെ ഇടവകാല ശുശ്രൂഷയിൽ പ്രവർത്തിച്ചതായ പ്രിയപ്പെട്ട അച്ഛൻ്റെ സൽഗുണങ്ങളെ അനേകം സ്മരിച്ചപ്പോൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്തുതിക്കാനായിട്ടിടയായി. പ്രിയപ്പെട്ട അച്ഛൻ അവിടുത്തെ ഇടവകാല ശുശ്രൂഷയിലിരിക്കുന്ന കാലത്താണ് അവിടുത്തെ പാഴ്സനേജ് ചുറ്റുമതിൽ ഇവയൊക്കെ ക്രമീകരിക്കപ്പെടുവാനായിട്ടിടയായത് എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനിലൂടെയും ദക്ഷിണയിലൂടെയും ആ ഇടകളിൽ ലഭിച്ചിട്ടുള്ളതായ ശ്രേഷ്ഠമായ നേതൃത്വത്തെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോട് അനേക പ്രചോദനം ലഭിക്കാനായി അനേക മാനവീയമായി പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷാഘട്ടം തീരാനായിട്ടിടയായി. എന്നോടൊപ്പം നിങ്ങൾ ക്ലാസ്സിലെ ആളുകൾ അവരുടെ പഠന കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട അച്ഛൻ അവർക്ക് നൽകിയതായ വലിയ പ്രോത്സാഹനത്തിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കഥാമത്സരത്തിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെ വിശ്വസിച്ചിരിക്കാനുള്ള ഇതിലൂടെ തുറമുഖത്ത് ഈ അച്ഛനെ എനിക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് അച്ഛനെ യാത്രയും ദുരിതരായിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബാംഗങ്ങളോടും മഞ്ചേരി ക്രിസ്മസ് മാർഗമായിട്ടുള്ള ആത്മാർത്ഥമായ അനുശോചനം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് അറിയിക്കാൻ ശ്രമിക്കുന്നു. പ്രസംഗ സംഘത്തിന് വേണ്ടി സെക്രട്ടറി അനുശോചനം അറിയിച്ച് സമർപ്പിക്കുന്നതാണ്. കാത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, കർത്തൃസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പ്രിയപ്പെട്ട യുമീസിന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് പ്രിയപ്പെട്ട അച്ഛൻ നയിച്ചത്. നല്ല ഒരു മാതൃക പട്ടക്കാരൻ്റെ വളരെ ശാന്തതയോടെ എല്ലാവരോടും കൃത്യമായി ഇടപെടുന്ന ഒരു മനോഭാവമായിരുന്നു അച്ഛനുള്ളത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള അച്ഛൻ്റെ സ്വഭാവം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ അച്ഛൻ കോട്ടയത്തുള്ള ഇടവകയിൽ ശുശ്രൂഷ നിർവഹിക്കും. സെമിനാരി വിദ്യാർത്ഥികളായ ഞങ്ങളോടൊക്കെ അന്ന് അച്ഛൻ എത്ര സ്നേഹത്തോടെ കരുതലോടെ ഇടപെട്ടു എന്ന് ഞാൻ ഓർക്കുകയാണ്. മറ്റുള്ളവരോട് എന്നും കരുതലുള്ളതായ പട്ടക്കാരനായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ. നല്ലൊരു
ഇടവകപ്പട്ടക്കാരൻ എന്ന നിലയിൽ അച്ഛൻ വളരെയധികം ശോഭിച്ചു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന് അച്ഛൻ്റെ സേവനം കരുതൽ വളരെ ലഭിച്ചിട്ടുണ്ട്. താൻ വരുന്ന ഇടവകളിലൊക്കെയും സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും മിഷനറികളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നതിന് അച്ഛൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അച്ഛൻ നോർത്ത് ട്രാവൻകൂർ മിഷണറി എന്ന നിലയിൽ ചെയ്ത സേവനങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു. അവിടെയുള്ള ഇടവകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അച്ഛൻ സംഘത്തോട് ചേർന്ന് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. അങ്ങനെ കർത്താവിന്റെ നിലയിലേക്ക് ശുശ്രൂഷകളൊക്കെ നിർവഹിച്ചു. താൻ പ്രിയപ്പെട്ടതായ കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ പോയിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും പ്രിയപ്പെട്ട മകനെയും കുടുംബത്തെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും ധീരപ്പെടുത്തുകയും പ്രത്യാശകൾ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിലുള്ളതായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ സഞ്ചാര സെക്രട്ടറി സന്ധി മന്ത്രിച്ചൻ പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. വൈദിക കോൺഫറൻസ് ഇന്ന് നേരത്തെ തന്നെ സമാപിച്ചു. അച്ഛൻ്റെ സംസ്കാരത്തോടുള്ള ബന്ധത്തിൽ ഈ ഭദ്രാസനത്തിൽ അച്ഛൻ ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളാണ് പ്രവർത്തിച്ചത്. നിരണം സെൻറ് തോമസ് വായിക്കാട് കൈഞ്ഞാലൂരി മുതലായ ഇടവകൾ 1977 വൈദിക വിദ്യാർത്ഥിയായി കോട്ടയത്ത് പഠിക്കുമ്പോൾ അച്ഛൻ്റെ ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി 6 മാസം പഠിച്ചത് വൈദിക വിദ്യാർത്ഥി വിടുന്ന പതിവുണ്ടായി. ആ കാലത്ത് വിദ്യാർത്ഥികൾക്ക് അച്ഛൻ്റെ ഇടവകയിൽ പോകാനായിട്ട് ചിലർക്ക് പലപ്പോഴും പ്രയാസം. ഒരു കാലഘട്ടത്തിൽ ഞാൻ അച്ഛനോട് അച്ഛൻ 6 മാസം അവർക്ക് സമ്മതം പോകുന്നത് എന്താണ് ചോദിച്ചാൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഞങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എഴുതി പ്രിൻസിപ്പൾ എഴുതി വന്നാൽ. അതുകൊണ്ട് വൈദിക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചിലർക്കൊക്കെ പ്രയാസമുണ്ടായി. എന്നാൽ അച്ഛൻ മാതൃക പട്ടക്കാരൻ തനതായ വ്യക്തിത്വം പുലർത്തി 80 പരം വർഷം ഈ ലോകത്ത് ജീവിച്ചു. ജീവിത സായാഹ്ന സമയത്തിൽ പ്രിയപ്പെട്ട കുടുംബാംഗ സ്നേഹവും സന്തോഷമൊക്കെയും അനുഭവിക്കാനായിടയായി. ഈ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ വേർപാട് ദുഃഖകരമാണ്. ഭദ്രാസനത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു. ദുഃഖത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സമാധാനം നൽകി പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന ട്രഷറർ ബിജു ബോബയ്ക്ക് സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തിരുമേനിമാർ, വന്ധ്യ വികാരി ജനറൽമാരെ, പ്രിയ ടി.എം. വർഗീസ് അച്ഛൻ്റെ കൊച്ചുമ്മ, മകൾ, കൊച്ചുമക്കൾ, സഹോദരങ്ങൾ, കുടുംബം, എന്നെ സംബന്ധിച്ച് വളരെയധികം സ്നേഹവും സന്തോഷവുമുള്ള ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ടി.എം. വർഗീസ് അച്ഛൻ്റെ ധന്യമായ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛനെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട്. എല്ലാവരും അതിൽ പറഞ്ഞു. വ്യക്തിബന്ധങ്ങളുടെ ഒരു ആരൂപമാണ് അച്ഛൻ. വൈദിക വൃത്തിയിൽ ഇത്രയും ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നല്ല സേവനങ്ങളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ബെനഡിക്ട് 16 വൈദികനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരിടയനാണ് ഒരിടവയ്ക്ക് കർത്താവ് ദാനം ചെയ്യുന്നത് എന്നാണ്. ഇത് ഏറ്റവും മഹത്തായ വ്യക്തിയാണ്. ഇടവയ്ക്ക് ചേരുന്ന ഒരച്ഛനെ ഓരോ ഇടവകളിൽ കർത്താവ് പ്രിയ അച്ഛനിലൂടെ നൽകപ്പെട്ടു എന്നതാണ്. ജീവിതത്തിൻ്റെ അർത്ഥവും പൊരുളുമൊക്കെ തിരിച്ചറിഞ്ഞ് അത് പങ്കിടുന്നതിനാണ് വൈദികർ. വൈദികരെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത എത്രയോ വിഷയങ്ങൾ ജനങ്ങൾക്ക്
അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാണുന്നതും കാഴ്ചയും മാത്രമല്ലല്ലോ. വൈദികനെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു പുസ്തകത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൈദികൻ ബന്ധങ്ങളുടെ ശുശ്രൂഷകനാണ് എന്നാണ്. വൈദികൻ ഹൃദയങ്ങളുടെ കർഷകനാണ് എന്നാണ്. വ്യത്യസ്തമായ മണ്ണിൽ വിളയെടുക്കുന്ന സ്നേഹത്തിൻ്റെ കർഷകനാണ് വൈദികൻ. വൈദികൻ സൗന്ദര്യത്തിൻ്റെ പ്രവാചകനാണ്. വൈരുദ്ധ്യത്തിന് മുമ്പിൽ സൗന്ദര്യം കണ്ടെത്തുന്നതിനാണ് വൈദികൻ. വൈദികൻ സ്വർഗീയ മന്നായുടെ കാവൽക്കാരനാണ് എന്നാണ്. വൈദികൻ പൂർണ്ണതയുടെ നെയ്ത്തുകാരനാണ്. ഇത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട അച്ഛന് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖം അത് നമുക്ക് വിസ്തരിക്കാൻ പാടില്ല. അദ്ദേഹം സമ്മാനിക്കുന്നത്, ഒടുവിൽ സമ്മാനിക്കുന്നത് പോകുമ്പോൾ നല്ലൊരു പുഞ്ചിരിയാണ്. ഞാൻ ഓരോ തവണ അച്ഛനെ കണ്ട് യാത്ര പറയുമ്പോൾ, പ്രത്യേകിച്ചും സുഖമില്ലാതെ കിടക്കിലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ അച്ഛനോട് ഞാൻ പറയും, അച്ഛനോട് ചിരിക്കണം. അച്ഛൻ ചിരിക്കും. ആ ചിരി ഞാൻ എൻ്റെ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അച്ഛൻ്റെ അന്ത്യ സമയങ്ങളിലെ 8-10 സ്നാപ്പുകൾ, അച്ഛൻ്റെ പുഞ്ചിരിയുടെ സ്നാപ്പുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരാൾക്ക് ചിരിക്കുവാൻ കഴിയുന്നത് എന്താണ്? അതുകൊണ്ട് അച്ഛൻ്റെ മരണം പുഞ്ചിരിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മടങ്ങിപ്പോയി. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പദ്യത്തിൽ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. At every turning of my life, I came across good friends, friends who stood by me, even when the time raised me by. Farewell,